നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തും. ജോസ് ഫ്രാങ്കിളുമായുള്ള ഫോൺ സംഭാഷണവും സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കും. സലിത കുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ദേവൻ MP വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ദേവൻ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ ജോസ് ഫ്രാങ്കിളിനെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കും എന്നുള്ള വിവരമാണോ പുറത്തു വരുന്നത്? ലക്ഷ്മി, ഇന്നലെ പുറത്തു വന്ന ആത്മഹത്യക്കുറിപ്പിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. സലിതകുമാരി പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതും സാമ്പത്തിക, അതായത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു ലോൺ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് പലപ്പോഴായും സലിതകുമാരിയെ നേരിട്ട് കാണുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. മാത്രമല്ല, 2 ആത്മഹത്യക്കുറിപ്പുകളാണ് സലിതകുമാരി ഈ മരിക്കുന്നതിന് മുൻപായി വീട്ടിൽ തയ്യാറാക്കി വെച്ചിരുന്നത്. 2 മക്കൾക്കുമായിട്ടായിരുന്നു ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കി വെച്ചിരുന്നത്. അതിൽ മകന് നൽകിയിരിക്കുന്ന ആത്മഹത്യക്കുറിപ്പിലാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ജോസ് ഫ്രാങ്ക്ലിൻ പലപ്പോഴായിട്ടും വ്യാപാരം നടത്തുന്ന കടയ്ക്ക് മുന്നിൽ എത്തുകയും അവിടെ വെച്ച് ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പലപ്പോഴും ജോസിനെ കാണുമ്പോൾ താൻ ഭയപ്പെട്ടിരുന്നതായുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ അടുക്കളയിൽ വെച്ച് തീ പടർന്ന് സലിതകുമാരി മരിച്ചപ്പോൾ അതിലിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ്. പക്ഷേ ഇപ്പോൾ മകന്റെയും ഒപ്പം തന്നെ സഹോദരിയുടെയും മറ്റ് ബന്ധുക്കളുടെയും എല്ലാം തന്നെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ജോസ് ഫ്രാങ്കിളിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തുക. പക്ഷേ ആത്മഹത്യക്കുറിപ്പിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരത്തിലേക്കുള്ള അന്വേഷണത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നുമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര CIയും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് ഫ്രാങ്കിളിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള സലിതകുമാരി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി.